പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് എവിടെ സീഷോറിൽ പോകണോ അതോ ക്യാമ്പിങ്ങിനോ അല്ല മൗണ്ടന് പോകണോ? പാരീസിൽ പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് വിത്തിൻ അമേരിക്ക നമ്മൾ നോക്കുന്നത്. കാരണം നമ്മുടെ ബജറ്റ് നോക്കണ്ടേ. ഫ്ലോറിഡയ്ക്ക് പോയാലോ? ഫ്ലോറിഡയ്ക്ക് പോവാം. അതായത് സീഷോർ ഇഷ്ടമാണ് ഫ്ലോറിഡയ്ക്ക് പോവാം. റെസ്പെക്ട് വേണം. റെസ്പെക്ട്. ഹണിക്കോടെ പോകണം. നമ്മൾ റിയൽ ഹണിയല്ല കേട്ടോ. അത് ഹണി ഓ ഹണി ഹണി വേറെ വണ്ടിക്കോ. എന്റെ ഫ്രണ്ട്സ് എല്ലാം ഫ്ലോറിഡയ്ക്കാ പോയത്. അവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. ബോറിംഗ് ചേട്ടാ. കാലിഫോർണിയയിൽ പോയിട്ട് നോക്കാൻ ചെയ്യേണ്ട. കാലിഫോർണിയയില് ഇവർക്ക് എപ്പോഴും കാലിഫോർണിയ അത് പറ്റത്തില്ല. ചേട്ടന്റെ കാര്യങ്ങൾ മാത്രമല്ല നോക്കുന്നുള്ളൂ. ഇത്തവണ കാലിഫോർണിയ പോകും. എനിക്കത് പ്രശ്നമില്ല. സമ്മതിക്കരുത്. സമ്മതിച്ച രസം പോയി. ഹണി പറഞ്ഞായിരുന്നു ഓൾറെഡി പിള്ളേർ ഷോട്ട് പോവാണ്. പ്ലാനിംഗ് നടത്തണ്ടല്ലോ ഇപ്പൊ. ഇവർക്ക് റോൾ അസൈൻ ചെയ്ത് കൊടുക്കണ്ടേ? റോളൊന്നും അസൈൻ ചെയ്ത് കൊടുക്കണ്ടേ? വേണ്ട, അതൊന്നും വേണ്ട. ഞങ്ങൾ കാലിഫോർണിയക്ക് പോകാൻ എത്ര ദിവസത്തിന് പോകണമെന്നുള്ള നമ്മളെങ്ങനെയാ പോകുന്നത്? ഡ്രൈവ് കാലിഫോർണിയ ആണെങ്കിൽ വി ഹാവ് ടു ഫ്ലൈ. ഇടയ്ക്ക് പോണ വഴിക്ക് ഫ്രണ്ടിന്റെ വീട്ടിലിറങ്ങി നമുക്ക് ഡ്രൈവ് ചെയ്യാം ചേട്ടാ. ഡ്രൈവ് ചെയ്യുമ്പോഴേ ഫണ്ട്. കാലിഫോർണിയക്ക് എത്ര ദിവസം എടുക്കുമെന്ന് നിനക്കറിയാമോ? ചേട്ടൻ ഡ്രൈവ് ചെയ്യും. കാലിഫോർണിയ അത് വേണ്ട. ഡ്രൈവ് ചെയ്യുന്ന പണി ചെയ്യാം. ഡ്രൈവ് ചെയ്യണമെങ്കിൽ what you have to do is you have to stop in between after 10 hours and then stay in a place 1 or 2 days. So find out a place, create the itinerary. So that you drive 10 hours, then you stay in a place and then sightseeing or something, and then we drive from there again. What is our age group, by the way? എന്താണ് പിള്ളേരുടെ age? 3 വയസ്സ് 5 വയസ്സ്. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ 18 and 16. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ 18 and 16. അപ്പൊ ചേട്ടന് ഡ്രൈവ് ചെയ്യാലോ. മാറി മാറി ഡ്രൈവ് ചെയ്യാം. മമ്മിയുണ്ടല്ലോ, മമ്മിയും ഡ്രൈവ് ചെയ്യും. അമ്മയുടെ കാലിന് വയ്യാതിരിക്കുകയല്ലേ. സിനിമ കാണാൻ ഓടിയിട്ട് വീണു. ഇവരുടെ ഫാമിലി ഭയങ്കര ഐഡിയൽ ഫാമിലി ആയി പോയി. അലമ്പില്ലാത്ത ഫാമിലി. ഒരു ടാസ്ക് കൊടുക്കും ഓരോരുത്തർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ. 10-hour drive, 10 to 12-hour drive, then find a place to stay, and then that place has to be something, we can spend 1 or 2 days there. Then we drive from there. That's one day. So clear the itinerary. So who is going to do that? രണ്ടുപേരും കൂടെ That's common. രണ്ടുപേരും കൂടെ ചെയ്തോ ടാസ്ക്. ചേട്ടൻ ചെയ്തു. ചേട്ടന് ലാപ്ടോപ്പ് ഉള്ളത്, എനിക്ക് ലാപ്ടോപ്പ് ഇല്ല. ചേട്ടന് 18 വയസ്സിലെ ലാപ്ടോപ്പ് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റി കാലിഫോർണിയ യൂണിവേഴ്സിറ്റി സ്റ്റുഡിയോയിൽ പോവാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഇഷ്ടമുള്ള സംഭവം കണ്ടുപിടിച്ചു. ഫ്ലോറിഡയിൽ പോകുമ്പോ ഇഷ്ടമുള്ള അല്ലല്ല, കാലിഫോർണിയയിലുണ്ട് യൂണിവേഴ്സിറ്റി സ്റ്റുഡിയോ കാലിഫോർണിയ. പിന്നെ ഞങ്ങളുടെ യൂത്തിന്റെ മീറ്റിംഗിന് വരുന്ന ഒരു ബിനോയച്ചനുണ്ട് അവിടെ. ചില കാണണം. അച്ഛനെ കൊണ്ടുപോകണ്ട. പണ്ടേ ഇവർക്ക് അച്ഛനെ ഇഷ്ടമില്ല. അവസരം യൂസ് ചെയ്യണം. അവസരം പോയി നമുക്ക് നിർത്തിയാലോ? കാലിഫോർണിയയിൽ പോയി കഴിഞ്ഞാൽ കൊണ്ടുപോകണ്ട, പോയി ഒന്ന് കണ്ടിട്ട് വന്നു. ഒന്ന് കാലിഫോർണിയയിലെ പ്രധാനപ്പെട്ട പള്ളികൾ, റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അതുകൂടെ നോക്കണം. യൂണിവേഴ്സിറ്റി സ്റ്റുഡിയോ മാത്രം പോലും. We will look for. We will go to beach. We have to have a balance. Okay, we'll go to Universal Studio. We have to find some churches that is especially some historical value. Then find. Yeah, so find your stuff too. What else do you like? Okay, so create a list. ഒരു മിനിറ്റ് കൊണ്ട് NDP ചെയ്യണം. Then what are the things that we are carrying? Yeah. Okay, what are the things that you are carrying with us? Like the You have to dress. pack your Are we going for any camping in between? So any camping gear and especially the medicines that we need, and all the if you are carrying some food with us, dress, everything. Okay, first aid. Okay. മറ്റേ ഫാർമസിയിലുള്ള നടത്തുന്ന ഒരു ഫാർമസിസ്റ്റിനെ കൊണ്ടായിരുന്നു.
ഫാർമസിയിലെ ഡോക്ടറോട് ആരെങ്കിലും പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങള് ഒരു ടാസ്ക് ഇതിപ്പോ ഒരു ബിഗിനിങ് മീറ്റിംഗ് ആണ്. അപ്പൊ ഒരു ടാസ്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നെക്സ്റ്റ് മീറ്റിംഗിന് അത് അപ്ഡേറ്റ് ചെയ്യണം. എല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം പുള്ളിക്കാരത്തേക്ക് അവിടുത്തെ സ്ഥലങ്ങൾ കാണാനും പുള്ളിക്കാരനെ ഡ്രൈവ് ചെയ്യുമ്പോൾ എവിടെയൊക്കെ സ്റ്റേ ചെയ്യുക അതൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ ക്ലൈമറ്റ് നോക്കാൻ അതനുസരിച്ചുള്ള ഡ്രസ്സിങ് ഡ്രസ്. പിന്നെ ഒരു കാര്യം ചെയ്യണം. എന്ത് മോളെ രണ്ടു മൂന്ന് കാര്യങ്ങൾ നോക്കാനുള്ള ഒന്ന്, ഒരു മീറ്റിംഗിൽ ഒരിക്കലും ഒരു ഇഷ്യൂ വരുവാണ്. ആ ഇഷ്യൂയെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ, ഇപ്പം ഇവിടെ ഓൾറെഡി ഒരു ഇഷ്യൂ വന്നു, അവിടെ പോകണം, കാലിഫോർണിയക്ക് പോകണം, അവിടെ പറഞ്ഞ് ഫ്ലോറിഡയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഇഷ്യൂയെ കോൺസെൻട്രേറ്റ് ചെയ്യില്ല, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. നിങ്ങൾ മിഡിൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചു എഗ്രി ചെയ്തു. എല്ലാം പറഞ്ഞ് വേറെ ഇതിപ്പോ ഒരു വെക്കേഷന്റെ അല്ല, വേറൊരു ഇഷ്യൂ വരുവാണ്. അപ്പം പിന്നെ രണ്ടു മൂന്ന് കാര്യങ്ങൾ നോക്കാനുള്ള ഒന്ന്, ഇതൊരു ലെക്ചറിംഗ് ആയിട്ട് എടുക്കരുത്. അപ്പൊ അപ്പന് ലെക്ചറിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത മീറ്റിംഗിൽ ഇവരെല്ലാം പുട്ട് ഓഫ് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ അവർ പിന്നെ അവർ മിണ്ടില്ല. കൺട്രോൾ ഇറ്റ്. അങ്ങനെ എല്ലാവർക്കും നമ്മൾ ഒരു ചാൻസ് കൊടുക്കുക. എല്ലാവരുടെയും സജഷൻസ് ചോദിക്കണം.